ഒക്ടോബർ 1 അഖില ലോക വയോജന ദിനമാണ്. ഈ അഖില ലോക വയോജന ദിനം സമുചിതമായി ആഘോഷിക്കാൻ കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയനും കരയോഗ യൂണിയന്റെ ഭാഗമായ വനിതാ യൂണിയനും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതി കുന്നത്തൂർ താലൂക്കിലെ 127 കരയോഗങ്ങളിൽ 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിക്കുന്ന ഒരു മഹത്തായ പരിപാടി നടത്താൻ തീരുമാനിച്ചു. നമുക്ക് 127 കരയോഗങ്ങളാണ്. മിക്കവാറും എല്ലാ കരയോഗങ്ങളിൽ നിന്നും ദമ്പതികളുടെ രജിസ്ട്രേഷൻ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് താലൂക്ക് യൂണിയന്റെ രജത ജൂബിലി ഹാളിൽ കമനീയമായി അലങ്കരിച്ച സദസ്സിലാണ് പരിപാടി നടക്കുന്നത്. അവരെ പൊന്നാട അണിയിച്ച് മൊമെന്റൊക്കെ കൊടുത്ത് ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മുതിർന്നവരെ ആദരിക്കുന്ന ഒരു പരിപാടി പൊതുവെ ആളുകൾക്ക് ഇല്ലാത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായി. അപ്പൊ അതിന് നമ്മുടെ പുതിയ യുവജനങ്ങൾക്ക് ഒരു പ്രചോദനം കൂടി ആവുന്നതിന് വേണ്ടിയിട്ടാണ്, മുതിർന്നവരെ ആദരിക്കുന്നതിനുള്ള ഒരു പ്രചോദനം കൂടി ആവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നിപ്പോ മുതിർന്നവരെ എല്ലാവരെയും പത്തനാപുരത്ത് ഗാന്ധി ഭവനിലൊക്കെ കൊണ്ടുവന്നാക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ആളുകൾക്കൊക്കെ ഉള്ളത്. അപ്പൊ അത് മുതിർന്നവരോട് കാണിക്കുന്ന ഒരു വലിയ മഹാക്രൂരതയാണ്. സത്യത്തിൽ ഞങ്ങളുടെ താലൂക്ക് യൂണിയനെ സംബന്ധിച്ചോളം പറയുമ്പോൾ 1 മാസം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ടുള്ള ദമ്പതികൾ, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വന്ന് നമ്മളെ സമീപിക്കുന്നത് പ്രധാനമായും വിവാഹമോചനം വേണമെന്നുള്ള ആവശ്യം കൊണ്ടാണ്. 1 മാസം കഴിയുമ്പോൾ തന്നെ വിവാഹമോചനത്തിന് തയ്യാറായി വരുന്ന പുതിയ തലമുറക്കാർക്ക് 50 വർഷം വിവാഹ ജീവിതം വളരെ ക്ലേശഭരിതമായി എന്നോ സന്തോഷഭരിതമായി എന്നോ അത് രണ്ടും കൂടി സമ്മിശ്രമായിട്ടോ ഒക്കെ നടത്തിക്കൂട്ടിയ ദമ്പതികളെ സത്യത്തിൽ നമ്മൾ വലിയ മഹാത്മാക്കളായി കാണണം എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. എവറസ്റ്റ് കയറിയതുപോലെ അത്ര കഠിനമായ ഒരു കാലഘട്ടമാണ് 1/2 നൂറ്റാണ്ടെന്ന് പറയുന്നത്. 50 വർഷം. ഈ 50 വർഷം വളരെ ഭംഗിയായി ശബരിമല പോകുമ്പോൾ കല്ലും മുള്ളും കാലക്കുമെത്ത എന്ന് പറയുന്നത് പോലെ അത്ര ഭയാനകവും ദയനീയവും വളരെ ക്രൂരവുമായ ജീവിതഗതികളിൽ നിന്ന് സന്തോഷപ്രദമായി 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിക്കുക എന്നുള്ള മഹത്തായ പരിപാടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നടക്കാണ് യൂണിയൻ പ്രസിഡന്റാണ് VRK ബാബു. യൂണിയൻ സെക്രട്ടറിയാണ് M അനിൽകുമാർ. വനിതാ യൂണിയന്റെ പ്രസിഡന്റാണ് ഗീതാബായി. അടുത്തത് വനിതാ യൂണിയന്റെ സെക്രട്ടറിയാണ് പ്രീത. അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് കമ്മിറ്റിയൊക്കെ കൂടി ആണ് പരിപാടികൾ നടത്തുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ബുധനാഴ്ച 1-ാം തീയതി, ബുധനാഴ്ച 1-ാം തീയതി രാവിലെ 10 മണിക്ക് തന്നെ ഈ ദമ്പതികൾ എത്തും. നമ്മുടെ കുന്നത്തൂർ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പഴവളം മുതൽ കോതപുരം വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത്. എല്ലാവരും വരാൻ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ദമ്പതികളൊക്കെ. കാര്യം അവർക്ക് കിട്ടുന്ന ഒരു വലിയ സന്ദർഭമാണ് അവരുടെ ജീവിതത്തിൽ. അപ്പൊ അത് വളരെ മനോഹരമാവണമെന്നും അത് മാതൃകാപരമായി നമ്മുടെ നാടുകളിൽ എത്തണം എന്നുള്ള ആ സന്ദേശം എത്തിക്കണം എന്നുകൂടി ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇമാതിരി ഒരു പരിപാടി നടത്തുന്നത്. അത് പുതിയ തലമുറയ്ക്ക് ഒരു ആശയും ആവേശവും ഉള്ളതാവട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പരിപാടി. കൊണ്ടുപോയി
അതെ അതെ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് താലൂക്ക് യൂണിയന്റെയും വനിതാ യൂണിയന്റെയും നേതൃത്വത്തിലുള്ള ഉത്തരവാദിത്വത്തിലുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മുടെ NSSുമായി ബന്ധപ്പെട്ട 127 കരയോഗങ്ങളിലെ കരയോഗാംഗങ്ങളായ ദമ്പതികളെയാണ് നമ്മൾ ഇങ്ങനൊരു പരിപാടിക്ക് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിൽ കുറച്ചുകൂടെ വിപുലമാക്കി എടുക്കണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഇതൊരു മാതൃകാപരമായ പരിപാടി എന്നുള്ള നിലയിൽ അതിന്റെ ഇമ്പാക്ട് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. എന്തോ ഇപ്പൊ 110 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തോ കരയോഗം ബേസിലാണ് 110 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് രജിസ്റ്റർ ചെയ്താൽ വന്നെങ്കിലും നമുക്ക് സമയം ക്രമീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കാര്യം മൊമെന്റൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പൊ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് 110 നമ്മൾ ഒതുക്കിയിരിക്കുകയാണ്. 110 എന്നുള്ള എല്ലാ കരയോഗത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. 50 വർഷം എന്ന് പറയുന്ന കൊച്ചു കാലഘട്ടം അല്ലല്ലോ. അപ്പൊ അങ്ങനെ 110 ദമ്പതികളെയാണ്. അതൊരു വലിയ ചടങ്ങാണ്. 110 ദമ്പതികൾ എന്ന് പറയുമ്പോൾ 220 പേരെയാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ താലൂക്ക് യൂണിയനിലെ 7 പഞ്ചായത്ത്, പള്ളിക്ക പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലെ പത്തനംതിട്ട പഞ്ചായത്തും കൂടെ നമ്മുടെ കൂടാണ്. അതുപോലെ പടിഞ്ഞാറേക്കള്ള പഞ്ചായത്ത്, ശാസ്താംകോട്ട പഞ്ചായത്ത്, ശൂർനാട് തെക്ക് വടക്ക്, പോരുവഴി, കുന്നക്കോ, അങ്ങനെ 7 പഞ്ചായത്തുകളിലെ ആണ്. അത് 127 കരയോഗങ്ങളുണ്ട്. ഈ 127 കരയോഗങ്ങളിലെ എല്ലാ കരയോഗങ്ങളും നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. അവിടുന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 110 പേരാണ് ഇപ്പൊ വരുന്നത്. പിന്നെ കുറച്ച് പേരുകളുണ്ട് അവർക്ക് കിടപ്പ് രോഗികളായതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അവരെ ചിലപ്പോ മിക്കവാറും നമ്മൾ അത് വീടുകളിൽ പോയി ആദരിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിനെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂണിയൻ സെക്രട്ടറിയോട് വേങ്ങ നമ്മുടെ അല്ല, വേങ്ങ കരുനാഗപ്പള്ളിയുടെയാണ്. കരുനാഗപ്പള്ളിയിലാണ് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള കരയോഗമാണ്. അവിടെ കരയോഗത്തിന്റെ നമ്പർ അവര് പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മുടെ നിലപാടെന്ന് പറയുന്നത് സുകുമാരൻ നായർ സാറിന്റെ പൂർണ്ണ പിന്തുണ നൽകുന്ന താലൂക്കാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്നത് സമദൂരം തന്നെയാണ്. ഇത് അയ്യപ്പന്റെ കാര്യത്തിൽ നമുക്ക് ഉള്ള നിലപാടെന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭന്റെ കാലം തൊട്ട് തന്നെ മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. മന്നത്ത് പത്മനാഭൻ ശബരിമല ദേവസ്വത്തിന് വേണ്ടിയിട്ടും മറ്റു ദേവസ്വങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മഹാമനസ്കതയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ് ദേവസ്വങ്ങളോടും ദേവസ്വം ക്ഷേത്രങ്ങളോടും ഒക്കെ ഉള്ള ഒരു അനുകൂലമായ നിലപാട്. ആ നിലപാടാണ് അവിടുത്തെ വികസനത്തിന് വേണ്ടി ആരായാലും ഇപ്പൊ ഏത് പാർട്ടിയാണെന്നൊന്നും നോക്കാതെ ഏത് പാർട്ടി ആയാലും ശരി തന്നെ അയ്യപ്പന്റെ കാര്യത്തിൽ എടുക്കുന്ന അനുകൂലമായ നിലപാടിനെ അനുകൂലിക്കുക എന്നുള്ളതാണ് NSSന്റെ നിലപാട്. അതാണ് സുകുമാരൻ നായർ സാർ എടുത്ത നിലപാട്. ആ നിലപാടിനെ 100% നമ്മളും അനുകൂലിക്കുക. ഗണേഷ് കുമാർ പറഞ്ഞ പരാമർശങ്ങളോട് പ്രതികരിക്കുക എന്ന എന്റെ ഉത്തരവാദിത്വം നമുക്കില്ല. അതിനെതിരെ പ്രതികരിക്കാനും അനുകൂലമായി അദ്ദേഹം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ വാസ്തവമാണ്. പേര് കണ്ടു, ഞാനും കണ്ടു, കേട്ടു. അത് ഇപ്പോ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇപ്പൊ പ്രധാനമായിട്ട് വേറെ ആരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. താലൂക്കിൽ തന്നെ ഒതുക്കിയുള്ള ഒരു പരിപാടികൾക്കാണ് നടത്തുന്നത്. ഇതൊരു പുതിയ പരിപാടി ആയതുകൊണ്ടും ആ പുതിയ പരിപാടിയുടെ ഇമ്പാക്ട് നമ്മളെ ഈ വയോജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സഹകരണം എത്രമാത്രം ഉണ്ടെന്ന് അറിയാതെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ആ പ്രോഗ്രാം ശ്ലാഘനീയമാണ് എന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വിപുലമായി വീണ്ടും പരിപാടികൾ നടത്താൻ കഴിയും. അവർക്ക് വേണ്ടി തന്നെ പരിപാടികൾ നടത്താൻ കഴിയും. നമ്മുടെ പുതിയ തലമുറയിലെ ആളുകൾക്ക് പ്രയോജനകരമാവത്തക്ക രീതിയിൽ അവർക്ക് ഉത്തേജനമാവത്തക്ക രീതിയിലുള്ള പരിപാടികളൊക്കെ നടത്തണമെന്നൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. വയോജനങ്ങളെ നമ്മളെ ആദരിക്കുക എന്നത് ഇത് സാധാരണ ഇന്ന് നടത്താത്ത ഒരു പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് മാതൃകാപരമാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
വനിതാ യൂണിയൻ പ്രസിഡന്റ് ആണ് ഗീതാബായി, സെക്രട്ടറി ആണ് പ്രീത. താലൂക്ക് യൂണിയൻ മാത്രമാണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിന്റെ ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോഴും അതിന് ചങ്ങനാശ്ശേരിയിലുള്ള അനുവാദം അതില്ലാതെ ഒരു പരിപാടി നമുക്ക് നടത്താറില്ല. നടത്തുന്നത് ശരിയല്ല, നടത്തത്തുമില്ല. അപ്പൊ ഇത് അനുവാദം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സർക്കുലറൊന്നുമല്ലേ നമ്മുടെ പ്രോഗ്രാം ഒരു താലൂക്ക് യൂണിയനിലും പല പ്രോഗ്രാംസ് സമൂഹത്തിന് ഗുണകരമാകുന്ന ഏത് പരിപാടി ചെയ്യുന്ന നിർവാഹം അത് തലക്കൂടിയാണ് അറിയിക്കും. നല്ലതാണെന്ന് തോന്നിയാൽ ബഹുമാനാചരണത്തെ പറ്റി അനുഭവം